Hi friends, welcome back to my channel, Your Online Teacher. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ടൈം മാനേജ്മെന്റിന്റെ വീഡിയോ. ഇംഗ്ലീഷിന് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് കിട്ടും. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ഏതൊക്കെയാണ് എഴുതാൻ പോകുന്നത്, ഏതൊക്കെയാണ് ആദ്യം എഴുതാൻ പോകുന്നത്, ഏതൊക്കെയാണ് പിന്നീട് എഴുതാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അതല്ലാതെ കൂൾ ഓഫ് ടൈമിൽ ഇരുന്ന് വൺ വേർഡ് ക്വസ്റ്റിന്റെ ആൻസേഴ്സ് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവനോട് ചോദിക്കുകയല്ല വേണ്ടത്. നമ്മൾ പ്ലാൻ ചെയ്യണം ആ ഒരു 15 മിനിറ്റ്സിൽ വേണ്ട. അത് ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഏത് എക്സാമിലേക്ക് പോകുമ്പോഴാണെങ്കിലും കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10 അല്ലെങ്കിൽ 8 മിനിറ്റിൽ വേഗം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് പ്ലാനിങ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് പ്ലാൻ ചെയ്യണം. അപ്പൊ പ്ലാൻ ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതി തുടങ്ങാം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു പ്രൂവൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതിന് അതല്ല, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 8 മാർക്കിന്റെ ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബാക്കി സമയം ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം 8 മാർക്കിന്റെ ചോദ്യത്തിന് 15 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. 15 മിനിറ്റിൽ 8 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് ഷുവർ ആയിട്ട് നിങ്ങൾ തീർത്തിരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതിയാൽ മാത്രമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സമയത്തിന് എഴുതി തീർക്കാൻ പറ്റുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഈസി ക്വസ്റ്റ്യൻ, ഇത് രണ്ട് അഭിപ്രായമുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം തോന്നുന്നവർക്ക് ഈസി ക്വസ്റ്റ്യൻ എഴുതാം. ഐ മീൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എഴുതാം. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് എഴുതാനും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ, ലെങ്തി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആദ്യം എഴുതാം. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. ഈസി ക്വസ്റ്റ്യൻസ് എഴുതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എഴുതി തീർന്നു, പിന്നെ നമുക്ക് അവിടെ സമയം കിട്ടും. അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്തതാണ് ഓരോ ക്വസ്റ്റ്യനിനും, അതായത് ഓരോ ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ 8 മാർക്കിന്റെ പാർട്ട് അവിടെ 2 8 മാർക്കിന്റെ ചോദ്യം എഴുതാണ്ടാവും. 6 മാർക്കിന്റെ പാർട്ട് അവിടെ ചിലപ്പോൾ 2 6 മാർക്കിന്റെ എഴുതാണ്ടാവും. 5 മാർക്കിന്റെ പാർട്ട് അവിടെ ചിലപ്പോൾ 4 5 മാർക്കിന്റെ എഴുതാണ്ടാവും. അങ്ങനെ ആ പാർട്ട് ഉണ്ടല്ലോ, ഓരോ പാർട്ടിലും ഓരോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് എത്ര സമയം നമ്മൾ നീക്കി വയ്ക്കണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതിൽ 1 മിനിറ്റ് കൂടുതൽ പോലും എടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ 8 മാർക്കിന്റെ ചോദ്യം 15 മിനിറ്റിൽ എഴുതി തീർത്തിരിക്കണം. 15 മിനിറ്റിൽ തീർന്നില്ല എന്ന് വിചാരിക്കാം, കുറച്ച് സ്പേസ് വിട്ടിട്ട് അടുത്ത ആൻസർ എഴുതി തുടങ്ങിക്കോളാം. ആ സ്പേസ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. അതല്ലാതെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കടിച്ചു പിടിച്ചാൽ 8 മാർക്കിനും ചിലപ്പോൾ 6 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. മറ്റേ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടും ഉണ്ടാവില്ല. അതേസമയം 2 എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 6 6 12 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, 15 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് അവിടെ നിർത്താൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ ചെറിയ ചെറിയ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ തന്നെ എടുക്കരുത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് 1 മിനിറ്റ് എടുക്കരുത്. അതുപോലെ പ്ലാൻ ചെയ്ത് വേണം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യന് 5 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. അതുപോലെ പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ എസ്സേസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഓവർ ആയിട്ട് എഴുതണ്ട. അതിന്റെ ഒരു ലിമിറ്റ് അറിഞ്ഞിരിക്കുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 പേജ് എഴുതിയാൽ മതി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3/4 പേജ് എഴുതിയാൽ മതി. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.25 പേജ് എഴുതിയാൽ മതി. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പേജ്, സമയം ഉണ്ടെങ്കിൽ 2.25 2.5 പേജ് വരെ എഴുതാം. അതിൽ കൂടുതലൊന്നും എഴുതാൻ നിൽക്കണ്ട. പേജ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സൈഡാണ് ഒരു പേജ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അത് വിട്ട് അതിൽ കൂടുതൽ എഴുതേണ്ടത് എന്താ പറ്റുന്നതെന്ന് അറിയോ, 4 മാർക്കിന്റെ ചോദ്യം നന്നായിട്ട് അറിയാവുന്ന ചോദ്യമായിരിക്കും. അത് അങ്ങോട്ട് ഒരു പേജ് ഫുൾ എഴുതി വെക്കും. 4 മാർക്കിൽ 1 മാർക്കിന് കൂടുതൽ കിട്ടോ ഇല്ല. അപ്പൊ പിന്നെ ആ മണ്ടത്തരത്തിന് നിൽക്കരുത്. ഓക്കെ, ലാസ്റ്റ് ടിപ്പാണ്, ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ലാസ്റ്റ് 10 മിനിറ്റ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അവസാനം ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ 15 മിനിറ്റിൽ നമ്മൾ എഴുതി തീർക്കുന്ന 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടാവും. ആ സ്പേസ് ഒക്കെ ഈ ടൈമിൽ വേണം ഇരുന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വൺ വേർഡ് ഒക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ടൈമിൽ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത് നിങ്ങൾ പിന്നെ അറിയാലോ, എന്തായാലും വാച്ച് കൊണ്ടുപോകണം. വാച്ച് കൊണ്ടുപോയിട്ട് ടൈം ട്രാക്ക് ചെയ്ത് തന്നെ എഴുതണം. 8 മാർക്കിന് 15 മിനിറ്റിൽ 1 മിനിറ്റ് പോലും കൂടുതൽ എടുക്കരുത്. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതിയാലും മക്കളെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് ഈ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് അവസാനം വരെ കണ്ടവരെന്ത് ചെയ്യുക, വാച്ച് എന്ന് കമന്റ് ചെയ്യുക. ആരൊക്കെ ടൈം മാനേജ് ചെയ്യാൻ സീരിയസ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. താങ്ക് യു.